ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അക്കീസ് വ്ളോഗ്. ഇന്ന് ഞങ്ങളുടെ കിച്ചുവിൻ്റെ രുദ്രദേവിൻ്റെ പിറന്നാളാണ്. മീനമാസത്തിലെ അവിട്ട നക്ഷത്രത്തിലാണ് അവൻ ജനിച്ചത്. അപ്പം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും കിച്ചുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. ഇന്നത്തെ ഈ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും എൻ്റെ കണ്ണേട്ടനും ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. അത് ഞങ്ങളുടെ കിച്ചുവിൻ്റെ ജന്മദിനമാണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രമാണ് വൈലശ്ശേരി ശിവക്ഷേത്രം. അപ്പം ഞാനും കിച്ചുവും കൂടി രാവിലെ അമ്പലത്തിൽ തൊഴാൻ വന്നതാണ്. അമ്പലത്തിൽ തൊഴുതു, ഭഗവാനോട് നല്ലോണം പ്രാർത്ഥിച്ചു, അവൻ്റെ പേരിൽ എല്ലാ വഴിപാടുകളൊക്കെ കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും കിച്ചും കൂടി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു. തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ ആളുകൾ കുറവായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കിച്ചുവിൻ്റെ പ്രാർത്ഥന ടൈമാണ്. ഭഗവാനോട് കിച്ചു പ്രാർത്ഥിക്കുകയാണ്. ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരുക്കിയതാണ്. ഒരു കേക്ക് ഉണ്ട്, അതുപോലെ ത്രിമധുരം, അമ്പലത്തിൽ പോയ പ്രസാദം, മിഠായി, വിളക്ക് കത്തിച്ചിട്ടില്ല. ബർത്ത്ഡേ ബോയ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേ ബോയ് എന്താ പറയാനുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട്? അപ്പോൾ അമ്പലത്തിൽ നിന്ന് വന്ന് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കിച്ചു പറഞ്ഞ അമ്മേൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തരണം പറഞ്ഞ് ഓരോ സ്റ്റൈല് കാട്ടി ഭയങ്കര മുടിയൊക്കെ മേലൊക്കെ ആക്കി അങ്ങനെ ഓൻ്റെ സ്റ്റൈൽ അനുസരിച്ച് ഞാൻ ഓരോ വീഡിയോസൊക്കെ എടുത്തു കൊടുത്തു. ഞങ്ങളുടെ കിച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വലുതായിട്ട് ആഘോഷങ്ങളൊന്നുമില്ല, ചെറിയൊരു ആഘോഷമാണ്. അമ്പലത്തിൽ പോയി പിന്നെ ഒരു കേക്ക് മുറിക്കുക, അങ്ങനെ ചെറിയൊരു സദ്യ അതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ വിഷു ആവുകൊണ്ട് തന്നെയാണ്, കാരണം നാളെ ചൊവ്വാഴ്ചയാണ്, പിന്നെ ബുധനാഴ്ച വിഷു ആവുകൊണ്ടാണ് അധികം ഗംഭീരമായിട്ട് നടത്താത്തത്. ഇനി അടുത്ത വർഷം നല്ല ഗ്രാൻഡായിട്ട് അതിൻ്റെ ബർത്ത്ഡേ നടത്തണം. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എൻ്റെ കിച്ചുവിനെ അനുഗ്രഹിക്കണം, അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം. അപ്പോൾ കേക്ക് മുറിക്കല്ലേ? കേക്ക് മുറിക്കല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു കിച്ചു, ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഗൈസ്, അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ണേൻ്റെ വകി അതിനെല്ലാവരും അവനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വകയായിട്ട് ഈ ഒരു പീസ് ഞാൻ അവൻ്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി അടുത്ത വീട്ടിൽ കുറച്ച് കുട്ടികളുണ്ട്, അതുകൊണ്ട് നമുക്ക് കട്ടിയിൽ കൊണ്ടു കൊടുക്കാം. ലേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, അമ്പലത്തിൽ നിന്നുള്ള ത്രിമധുരാണ്. ഇത് അമ്പലത്തിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, അവന് അമ്പലത്തിൽ നിന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് കൊടുക്കുകയാണ്. പിന്നെ ഒരു കുഞ്ഞു മിഠായി. അച്ഛനോട് താങ്ക് യു പറയൂ. താങ്ക് യു. അപ്പോൾ ഗൈസ്, അതുപോലെ തന്നെ കണ്ണേൻ്റെ വക പിന്നെ കിച്ചുവിനൊരു ഗിഫ്റ്റ് ഉണ്ട്, കൊടുക്കാം. അപ്പോൾ ഗൈസ്, പെരിന്തൽമണ്ണ പ്ലസ് എന്നുള്ള ഡ്രസ്സാണ് കിച്ചുവിന് കണ്ണേട്ട സ്പെഷ്യലാണ്. അപ്പോൾ കണ്ണേട്ട ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഹിന്ദി കിച്ചു അമ്മടി മക കിച്ചുവിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല അടിപൊളിയൊരു സദ്യ കിച്ചുവിന് വേണ്ടിയിട്ട് ഞാനും അമ്മയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അയൽവാസികളാണ് ഹബീബാക്കിയും താത്തി, അവരുടെ മകളാണ് അഫിയും ഭർത്താവും കുട്ടികളൊക്കെ ഇങ്ങനെ വിരുന്ന് വന്നതാണ്. വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ കിച്ചുത അവർക്കൊക്കെ കേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം എല്ലാവരും കൂടി നമ്മുടെ സന്തോഷമൊക്കെ പങ്കിടുക പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇനി ഞങ്ങൾ പിന്നെ ഭക്ഷണം വിളക്കിൽ വിളമ്പുകയാണ്. അപ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചു, നല്ലൊരു നാക്കിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മ എല്ലാ കറികളും നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഇതിലും ഈ നാക്കിലയിൽ വിളമ്പും. അത് കഴിഞ്ഞിട്ട് അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇതൊക്കെ ഞങ്ങളുടെ ആചാരപ്രകാരം ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാവും ചെയ്യാണ്ടാവുക, ഓരോ ആചാരങ്ങളാവും ചെയ്യാണ്ടാവുക. ഞങ്ങൾ പിറന്നാളിന് ഇങ്ങനെയൊക്കെ ചെയ്യാറ്. അത് കഴിഞ്ഞ് തുളസിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എല്ലാ കറികളും ഞങ്ങൾ ഈ വിളക്കിൻ്റെ മുന്നിൽ ഞങ്ങൾ വിളമ്പിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കിച്ചുവിന് ഭക്ഷണം വിളമ്പുകയാണ്. അപ്പോൾ ഗൈസ്, പിറന്നാൾക്കാരതാ പിന്നെ അവന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ പിറന്നാളിൻ്റെ കുഞ്ഞ് സദ്യയാണ്. പാലട പായസമുണ്ട്. കഴിക്കുഞ്ഞ.
അപ്പോൾ ഇന്നത്തെ കിച്ചുവിൻ്റെ ബർത്ത്ഡേ ഉള്ള കുഞ്ഞു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.